എന്താ പരിപാടി? അല്ല ചൂരലിന്റെ കസേര ആവശ്യമുണ്ടോ ചേട്ടാ? നമുക്ക് ആവശ്യമില്ല ചേട്ടാ. അല്ലേട്ടാ ഞാൻ ഇങ്ങനെ കൊണ്ടുനടക്കണ കേട്ട് ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അല്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ ചേട്ടാ. മനസ്സിലായി കസാര അതിനുള്ളതാണല്ലോ. വേണ്ട വേണ്ടാ, ഇത്രയും വലിയ വീടല്ലേ, ആരെങ്കിലും ഇരിക്കാൻ വേണ്ട. നമുക്കിപ്പോ ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിന് ഉണ്ടാവണ്ടാണ്. വേണ്ടട്ടോ, എന്ന് വേണ്ട അല്ലേ? വേണ്ട വേണ്ട വേണ്ട. എന്നാ പിന്നെ കൊണ്ടുപോയിക്കോട്ടെ. കൊണ്ടുപോയിക്കോളി, ഇവിടുന്ന് വേഗം പോയിക്കോളി. നമുക്കൊരു സാധനം വേണ്ട, ആൾക്കാർ കണ്ട പ്രശ്നമാണ്. ശരി 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 എന്നാ ആയിക്കോട്ടെ. കസാര എന്തൊക്കെ കച്ചവടക്കാരാ പഠിച്ചോനെ. ഇനിയിപ്പൊ അതും കൂടി അവിടെ മേടിച്ചിട്ടുണ്ടല്ലോ. അതിന് വേറെ ചോദ്യം ചോദിക്കും, നല്ല ചോദ്യം ചോദിക്കും. തൊട്ടാ പൊട്ടും. തൊട്ടാ പൊട്ടു? അതിപ്പോ ഈ ചില്ലൊക്കെ പൊട്ടൂലോ. ചില്ലൊന്നും അല്ല, ഇതിങ്ങനെ വെറുതെ ഒന്ന് തൊട്ടാലും പൊട്ടും. എന്തൊക്കെ തരം കച്ചവടക്കാരാ റബ്ബേ. ഇപ്പൊ കസാര മേടിക്കാത്ത കുറവുള്ളൂ. കഴിക്കുന്ന ഒരു സാധനം. പിന്നെ കഴിക്കുന്ന സാധനങ്ങളെ തൊടുമ്പോ വെച്ചിട്ടാ അതിന്റെ പേര്. പായോ? പാ വെച്ചിട്ട് എന്താണ് രണ്ടാം കൂടി ചർച്ച? ഇവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൂഡിൽസ് മേടിച്ചോ? നൂഡിൽസ് ന്യൂഡിൽസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന. പിന്നെ ഓൻ ഇന്നലെ തൊട്ട് പറയണല്ലേ നൂഡിൽസ് വേണമെന്നൊക്കെ. എന്റെ മോനെ ഒന്നാമത്തെ എന്തിനാ തീറ്റാതി സാധനങ്ങൾ കഴിക്കണത്? എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ കൂട്ടുകാരെല്ലാരും മേടിച്ച നൂഡിൽസ്. ഒന്നാമത്തെ ഈ ജാതി സാധനങ്ങളാണ് ഇതിന് തിന്നാൻ കൊടുക്കുന്നത്. എന്താണോ വല്ലപ്പോഴല്ലേ, എന്ന് ഈ ചോറല്ലേ ഓൻ തിന്നണ്. വല്ലപ്പോഴും ഒരു നൂഡിൽസ് തിന്നണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങോട്ട് മറന്നു, ഞാൻ ഓർമ്മ മനസ്സിലായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മറന്നുപോയി. ഇപ്പൊ എന്തൊക്കെ സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കാൻ പറഞ്ഞല്ലേ ഇതൊക്കെ മേടിച്ചോണ്ടെന്നായി. അതൊക്കെ ഫ്രിഡ്ജില് ചിക്കനൊക്കെ ഇരിക്കണ്ട, എന്തൊക്കെ ഉമ്മ ഉണ്ടാക്കി തരും. തന്നെയാണ് ഇതൊക്കെ ശീലിപ്പിക്കുന്ന കേട്ടോ മക്കളെ. ഈ ജാതി സാധനങ്ങൾ എങ്ങനെ തിന്നണത്? ഒന്നാമത്തെ ഇതിങ്ങനെ കറക്കണം നൂഡിൽസ്. നമ്മുടെ ഫോർക്കില്ലേ, അതിട്ട് ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് കാണുമ്പോ തന്നെ എനിക്ക് അത് വരികയായി. അത് വലിയ ചൂണ്ടടാൻ പോയ ഓർമ്മ വരിക കണ്ടാല്. നിങ്ങള് നോക്കണ്ടേ, ഓ പറഞ്ഞു എനിക്കുണ്ട് ചെറിയൊരു ആഗ്രഹം നൂഡിൽസ്. അതെ തിന്നണ്ടാട്ടോ എടി, അതൊക്കെ മൈദയും സാധനങ്ങളൊക്കെയാണ്. അന്ന് തിന്നൂടായി. നല്ല നല്ല സാധനം കഴിക്കാം നമുക്ക് മൂന്നാൾക്കും. ചായ അതേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിട്ടോ. ഇപ്പോഴത്തേക്ക് ചായ റെഡിയായോ? ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ടേ. ഒക്കെ റെഡിമെയ്ഡ് തന്നെ, വേറെന്നല്ല. നൂഡിൽസ് പറഞ്ഞ ഇവിടെ ഇഷ്ടം കൊണ്ടല്ലേ ആദ്യത്തെ കൂടിയില്ല ഇപ്പൊ വേണം. അതൊക്കെ എപ്പോഴും ഇപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കണല്ലോ. ഇതൊക്കെ നിർത്തിക്കോ, ഇനി ഒന്നും നടക്കൂല. ഇഷ്ടമുള്ള സാധനം. നമുക്ക് വാങ്ങാം. കസേര ഇവിടുത്തെ ഇവിടുത്തെ കസാര ആരെടുത്തോണ്ടോ? കസേര എവിടെ? ഇവിടെ ഉമ്മർത്തിരുന്ന ചൂരന്റെ കസേര എവിടെ? ഒരു സാധനം ഇട്ടുകൊടുത്ത് കാണൂല ഇവിടെ. എടങ്ങറാണ് എന്നെ മറ്റേ കാട്ടി കൂട്ടുന്നത്. ആ കസേര എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു പറഞ്ഞ പിന്നെ അതിന് ജീവണ്ടോ? ഇവിടെ മിനിറ്റ് പോവാൻ. എവിടെ കസേര? ഞാനൊന്നും കണ്ടില്ല. നീ കണ്ടില്ലാന്നല്ലേ എവിടെ കൊണ്ടിട്ട്? എന്റെ മണ്ട തല്ലി പൊളിക്കിട്ട് കളിക്കാടുത്തോണോ? എവിടെ ഇല്ല. എടി ഇവിടെ കസേര എവിടെ? എടുത്തേ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടില്ല. അകത്തൊക്കൊന്നും എടുത്തില്ലേ? ഇല്ലാന്ന്. ആരും പിന്നെ കസേര എടുത്തോളൂ. കസേര കൊണ്ടുപോയി. കസേര പോയി. ഒരാള് നമ്മളെ കസേര എടുത്തോണ്ടായി. ഞാൻ കണ്ട നമ്മളെ കസേര എടുത്തോണ്ട് ഞാൻ കണ്ടേ. എടി അങ്ങനല്ല, എന്തെന്നാ ഞാൻ പറഞ്ഞോട് പറയാ. ഞങ്ങളുടെ ഉമ്മത്ത് കിടക്കുന്ന രണ്ട് കസേര എടുത്തോണ്ടായി എന്റെ മല്ലികെ. ചോദിക്കണ്ടോ? ചോദിച്ചേ
അങ്ങനല്ല ഞാൻ ഓൻ ഇവിടെ വിൽക്കാൻ വന്നാന്നാ ഞാൻ വിചാരിച്ചേ. 2 കസേര എടുത്ത് എന്നോട് വേണോ വെച്ചപ്പോ ഞാൻ പറഞ്ഞു വേണ്ട കൊണ്ടേക്കോന്ന് പറഞ്ഞു. എന്ത് മൂപ്പര് പറയണ നിങ്ങള് കസേര വിൽക്കാൻ നിങ്ങളോട് എന്നെ ചോദിക്കാം. വെറുതെ ഒരു പറയില്ലേ. അത് നമ്മളെ നിനക്ക് മനസ്സിലായില്ല. വാസുട്ടിനെ ഒന്ന് വിളിച്ചേ. ഇവിടെ ഇല്ലേ എന്റെ ഫോൺ ഇവിടെ ജോസുട്ടിനെ വിളിക്കട്ടെ. അവൻ ഇപ്പൊ ഇവിടുന്ന് പോയിണ്ടാവൂല. എന്തൊക്കെയാണ് മൂപ്പര് പറയണേ? ഇപ്പൊ നിങ്ങളെ 2 കസേര ഇവിടെ ഇല്ല. ഇവിടെ കസേര ഇവിടെ ഇല്ല. ഇതെന്താ അറിയാ കള്ളക്കളിയാ. പാവപ്പെട്ട ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടാവും കസേര എടുത്തോട്ടെ എന്ന് മൂപ്പര് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇന്നെ പറ്റിക്കാൻ കള്ള കൊണ്ടുപോയിന്നൊക്കെ പറയാണ്. ഇത്ര ബേജാറൊക്കെ കാണിക്കോ? വെറുതെ അഭിനയാണ്. കഷ്ടം. ഇനിയിപ്പോ ഇവിടെ കസേരക്ക് ഞാൻ അവിടെ പോകും. പരീക്ഷ എന്താ പരീക്ഷ? ജോസുട്ടിയെ ആ എടാ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്താണ്? അതെ നമ്മുടെ ഉമ്മർത്ത് കിടക്കണ ചൂരസാരല്ലേ, ആ അതൊരു ചങ്ങായി എടുത്തോണ്ടോയി. ആ എന്നാ കൊണ്ടുവന്ന് തന്നോളും, കൂട്ടുകാരനല്ലേ. അങ്ങനത്തെ ചങ്ങായി അല്ല എടാ, ഒരാളെ ആ ഏതോ ഒരു വഴിപ്പോക്കനുണ്ട് 2 കസേര എടുത്തോണ്ടോയി. കസേര എടുത്തോണ്ട് പോയിന്നാ വീട്ടിൽ നിന്നാ? ആന്ന് വീടിന്റെ ഉമ്മർത്തുനിന്ന് കസേര എടുത്തോണ്ടോയി. ചോദിച്ചില്ലേ അപ്പാ? ഞാൻ കണ്ട് ഞാനപ്പൊ ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ കണ്ടിട്ട് ആളെ പിടിച്ചില്ലേ? അല്ല അത് ഞാൻ നേരിട്ട് പറയാം. എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂല. നേരിട്ട് പറയാതെ ഇപ്പൊ അധികം പോയിട്ടുണ്ടാവില്ല. അവനൊന്ന് പിടിക്കണം. എന്ത് ഭ്രാന്ത പരീക്ഷ പറയണ? വീടിന്റെ മുമ്പിൽ കിടക്കണ കസേര സൂക്ഷിക്കാനുള്ള പ്രാപ്തിയില്ലേ? അതല്ലടാ, അതാ അങ്ങനെ പറ്റിപ്പോയതാണ്. ഞാനേ വണ്ടിയായിട്ടൊന്ന് ഇറങ്ങോ? ആ വരാ വരാ. ഒന്ന് വേവാ. ഇപ്പൊ എന്നെ പിടിക്കണം, അല്ലെങ്കിൽ എന്നെ കൊല്ലും പിള്ളേർ രസ്യ. ആ വന്നി വന്നി. എന്ത് ഭ്രാന്താണ് ഇയാൾക്ക്? ജസി ജസി എന്താണ്? ഇങ്ങോട്ട് വന്നേടി ഒന്ന്. ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. എന്താണ് വിളിച്ചു കൂവണേ? അതെ മുറ്റത്ത് വല്ലതും കിടക്കണ്ടേ, അതൊക്കെ മുഴുവൻ എടുത്ത് പെരക്കാത്തിട്ടിട്ട് വാതലടച്ചിട്ടേക്കണം. എന്തിന്? ഇപ്പൊ പരീക്ഷയാണ് വിളിച്ചത്. പുള്ളിയുടെ വീടിന്റെ ഉമ്മറത്ത് കിടക്കണ ആ ചൂരല് കസേര ഉണ്ടല്ലേ നീ 2 അത് ആരാണ്ട് എടുത്തോണ്ട് പോയിന്ന്. ആരെടുത്തോണ്ട് പോവാൻ? അത് മറ്റേ ഇത്തിത്തറയില് ആന്റപ്പൻ എടുത്തോണ്ട് പോയിന്ന്. അതാ നിന്റെ അപ്പൻ. ആരെടുത്തോണ്ട് പോയെന്ന് പറയാം. ആളറിയാൻ വേണ്ടിട്ടല്ല, ആളെ കണ്ടപ്പോ പോയി പിടിക്കാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. എന്നാലും വീട്ടിന്റെ ഉമ്മറത്തോടെ കസേര എടുത്തോണ്ട് പോവാന്ന് വെച്ചാ ഞാനതാ പറഞ്ഞു, ഇത് റസിയാൻ എടുത്തോണ്ട് പോയാ അറിയൂലല്ലോ അയാള്. ഇതൊക്കെ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല, ഓർത്താണ് പിന്നെ പറഞ്ഞില്ല. ചുമ്മാ അല്ല റസിയത്ത് പറയുന്നേ. എനിക്കൊക്കെ ഒരു ബോധം പോകണമില്ല. അതെ സംഭവമൊക്കെ നീ സൂക്ഷിക്കണം. നീ എന്നാ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞ ഇവിടെ വെച്ച അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ താക്കോലും കട തന്നേരിഞ്ഞ്. എന്തിന്? എന്തിന്? അല്ലടി ഞാൻ ആരെങ്കിലും എടുത്തോണ്ട് പോയാലാ? അങ്ങനെ ആരും എടുത്തോണ്ട് പോകില്ല, ഞാൻ സൂക്ഷിച്ചോളാം. പോണില്ലേ അപ്പൊ? ആ പോണ, ഞാൻ റെഡി ആയിക്കോട്ടെ. എന്നെ ഇവിടെ കളിച്ചിരിക്കാതെ പോകട്ടെ. നീ വാതിലടച്ചിട്ടോട്ടാ, വരുമ്പോ നീയെങ്കിലും ഉണ്ടാകണം. മുതലാ പോയിക്കോട്ടെ. എന്നാലും ആളുള്ള വീട്ടിൽ കയറി ഇത് ആരായിരിക്കും കസേര എടുത്തോണ്ട് പോയേ?